നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് വല്ലാത്ത വിഷമത്തിലായിരുന്നു ബാലന്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ബാലൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ബാലന്റെ മനസ്സിൽ കൂടെ ശ്രീദേവിയെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നു. അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. എത്ര സ്നേഹത്തോടെ ആയിരുന്നു. ഗോമതി സ്റ്റോഴ്സിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവൾ നോക്കുന്നുണ്ടായിരുന്നു. തന്നെ ബാലച്ചാന്നാ വിളിച്ചോണ്ടിരുന്നേ. തന്റെ കാര്യങ്ങളെല്ലാം അവൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവൾ നന്നായിട്ട് തന്നെ നോക്കി നടത്തിക്കൊണ്ടിരുന്നേ. എന്നിട്ട് അവൾ ഇങ്ങനെയാന്നുള്ള കാര്യം തനിക്ക് അറിയില്ലല്ലോ. ബാലന്റെ കണ്ണു നിറഞ്ഞു വന്നു. ആ സമയം മിത്ര ഇതൊക്കെ തന്നെ ആലോചിച്ചോണ്ടിരുന്നേ. മിത്രയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകള്. താനും മീനാക്ഷി ചേച്ചിയും അതുപോലെ ശ്രീദേവി ചേച്ചിക്ക് എല്ലാവരും എന്ത് കൂട്ടായിരുന്നു. എല്ലാവരും എത്ര സന്തോഷത്തിലായിരുന്നു. പരസ്പരം ഓരോ കളതമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആ രംഗങ്ങളൊക്കെ മിത്രയുടെ മനസ്സിൽ കൂടെ വരുവാണ്. മിത്രയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആർക്കും ആണെങ്കിലും ഉറങ്ങാൻ പോലും അന്നത്തെ രാത്രി പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ ആനന്ദ് താൻ ശ്രീദേവിയുടെ കഴുത്തിൽ താലി ആർത്തിയതും അതിനുശേഷം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു ശ്രീദേവിയോടൊപ്പം ഉള്ള ഓരോരോ നിമിഷങ്ങൾ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആനന്ദിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരും ഓരോരോ മൂലയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആർക്കും അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള ഒരു രാത്രി ആയിരുന്നില്ല. ആർക്കും നേരെ ചൊവ്വേ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ കൂടെ ഓരോരോ ചിന്തകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രീദേവി ഇങ്ങനെ ഒരു ചതി ചെയ്യൂന്ന്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ധർമ്മന് സിറ്റൗട്ടിലേക്ക് വന്നു. സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ദേവമംഗലത്തിന് മുറ്റത്ത് കോലമൊന്നും ഇട്ടിട്ടില്ല. ഇതെന്ത് പറ്റി? കോലമൊന്നും വരച്ചിട്ടില്ലോ. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഗോമതി ചേച്ചി മുറ്റത്ത് കോലം വരയ്ക്കുന്ന, പക്ഷെ എന്ത് കോലമില്ല. ഇതെന്ത് പറ്റി പോലും. അപ്പോഴേക്കും ഇന്ദിരാമ്മേ രാജശ്രീ നന്ദിതയൊക്കെ അങ്ങോട്ട് വന്നു. എന്താടാ നീ എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? അതെ അമ്മ ശ്രദ്ധിച്ചോ, അവിടെ ചേച്ചി കോലം വരച്ചിട്ടില്ല. അത് ശരിയാണല്ലോ. എന്താ പറ്റി കോലം വരയ്ക്കാത്ത? ഇനിയിപ്പോ അവൾക്ക് വല്ല വയ്യായിക എന്തെങ്കിലും ആണോ? അത് കേട്ടപ്പോ ധർമ്മന് ടെൻഷനായി. ധർമ്മം പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. രാജശ്രീ പറഞ്ഞു, ഗോമതിക്ക് വയ്യായികയാവോ എന്തേലും ആവട്ടെ, കോലം വരയ്ക്കുവോ കോലം ഇടുവോ കോലം തുള്ളുവോ എന്ത് വെള്ളം ചെയ്തോട്ടെ, അതിന് ഇവിടെയുള്ളവർക്ക് ആർക്കും എന്താ ഛേദം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മന്റെ ഒരു കോള് വന്നു. ധർമ്മ ഫോണ് സംസാരിച്ചതിന്റെ അവിടെ നിൽക്കുമ്പോഴത്തേനുമാണ് ദേവമംഗലത്തിന് മുറ്റത്തേക്ക് ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത്. ഓട്ടോറിക്ഷ ഉദയഭാനും ശ്രീകലയും കൂടെ ഇറങ്ങുക. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉദയഭാനു എന്ത് ചെയ്തു? ഓട്ടോക്കൂലി 450 500 രൂപ കൊടുത്തു. 50 രൂപ ടിപ്പ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ സന്തോഷമായില്ലേ? എങ്കിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കവറൊക്കെ ആയിട്ടാണ് ഇറങ്ങണേ. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, എന്നാലും നമ്മളെ എന്തിനായിരിക്കും ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ശ്രീകലെ, നമുക്ക് നല്ല കാലം വരാൻ പോവാന്ന് എനിക്ക് തോന്നേ. അതെന്താ? അതുകൊണ്ടല്ലേ ബാലൻ നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. അതിന് കാര്യം എന്താന്ന് ഉദയണ്ണ അറിയാവോ? കാര്യമൊന്നും അറിയത്തില്ല. എന്നാലും നമ്മുടെ നല്ല കാര്യം തെളിഞ്ഞെന്നാ തോന്നേ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും വിളിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. കാര്യം ഇപ്പൊ അകത്തേക്ക് ചെല്ലുമ്പോ അറിയാലോ. അത് ശരിയാ ഉദയേട്ടാ, അതറിയാം. അപ്പോഴാണ് ധർമ്മൻ അവിടെ നിൽക്കുന്നുണ്ട്. എടാ ധർമ്മന്ന് പറഞ്ഞു ഉദയഭാനു വിളിച്ചു. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എങ്ങനെ നടന്നിരുന്ന ചെറുപ്പക്കാരനാ. എടാ പണത്തിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞ പോരായിരുന്നോ? ഇപ്പൊ മനുഷ്യന്മാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ധർമ്മൻ അടിമുടി പെരുത്തു കയറി. ധർമ്മൻ അറിയില്ലല്ലോ ഉദയഭാനു ചെയ്ത ചതിയുടെ ബലവ തന്നെ അനുഭവിച്ചെന്ന്. അപ്പോഴേക്ക് ഇതൊക്കെ ആയിട്ട് സിറ്റൗട്ട് നിന്ന് ഇന്ദിരാമ്മയ്ക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ധർമ്മനോട് ശ്രീകല പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ധർമ്മ. പണമൊന്നും മോഷ്ടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് പണത്തിന് ആവശ്യമായിരുന്നോ? അത് കേട്ടപ്പോ ധർമ്മന് നല്ല ദേഷ്യമായി. എന്തേലുമൊക്കെ വിളിച്ചു പറയണം തോന്നി. പിന്നെ ശ്രീദേവിയുടെ അച്ഛനും അമ്മയാണല്ലോ എന്ന് കരുതിയിട്ട് ധർമ്മം പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അല്ല നമ്മൾ എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കാൻ പോകുന്നത്? ഇവനോട് സംസാരിക്കാൻ പോയാൽ നമ്മളും കൂടെ നാണം കെട്ട് നാറിയായി പോവും. അതുകൊണ്ട് ശ്രീകലെ നമുക്ക് കയറിപ്പാ. അങ്ങനെ സന്തോഷത്തോടെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോ അകത്തെല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ നിൽക്കുകയാണ്. എല്ലാരും ഉണ്ടല്ലോ. ശ്രീകല ഇരിക്കാൻ പറഞ്ഞ് രണ്ടുപേരും കൂടെ ചാറി സെറ്റിയിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എത്ര നാളായി എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കണ്ടത്. എന്റെ ദൈവം ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയില്ലോ. എന്ത് ചെയ്യാനാ എന്റെ ബാല, എനിക്ക് ഭയങ്കര തിരക്കാ. ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്കല്ലേ. ഇപ്പോഴാണെങ്കിലും ബാലൻ വിളിക്കുമ്പോ ഇന്നലെ ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നുള്ളൂ. ഓരോരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ദക്ഷിണാഫ്രിക്കയിലാണ്, നാളെ കൊറിയയിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മടുത്തു ബാല ഈ ബിസിനസ്സിൽ ഇങ്ങനെ ഓടി നടന്നിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചോണ്ടിരിക്കുക. അത് കേട്ടതും ബാലന്റെ മുഖമൊക്കെ ഇങ്ങോട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ ചുവന്നു വരുവാണ്. അപ്പോഴേക്കും ഗോമതി ഇങ്ങനെ ബാലനെ നോക്കി. എല്ലാരും ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ നിൽക്കുകയാണ്, ദേഷ്യത്തോടെ നിൽക്കുന്നത്. പക്ഷെ അത് അവർക്ക് മനസ്സിലായില്ല. ശ്രീദേവി ആണെങ്കിൽ പൊട്ടിക്കരയൊന്നും മട്ടില്ല ശ്രീദേവി നിൽക്കുന്നത്. അപ്പോഴേക്കും
ഉദയഭാനു പറഞ്ഞു, ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ പോയി വന്നപ്പോൾ എന്തൊക്കെയാ കൊണ്ടുവന്നതെന്നറിയാവോ? ആ, ആ, ശ്രീകല നീ ഒരു കാര്യം ചെയ്യുക, അതൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. കോമതിയുടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകല അതൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും കോമതി ഇങ്ങനെ നോക്കുവാണ്. കോമതിയുടെ ആ നോട്ടം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് ശ്രീകലയ്ക്ക് തോന്നി. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ബാലൻ എന്നെ വിളിപ്പിച്ച കാര്യം എന്താന്ന് പറഞ്ഞില്ല. എന്താണെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്തേലും ചുമതല ഏൽപ്പിക്കാനായിരിക്കും. എനിക്ക് സമയമില്ല, അത്ര തിരക്കാണ്. എന്നാലും സാരമില്ല, ബാലൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചുമതലയാണെങ്കിലും ഞാൻ ഏൽക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി ഓടി ശ്രീകലയുടെ അടുത്തേക്ക് വരുവാണ്. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വരുവാണ്. അപ്പോഴേക്കും ഉദയഭാനു ശ്രീദേവിയെ നോക്കി. ശ്രീദേവി കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊരു നിമിഷം ഒന്ന് അന്താളിച്ചു പോയി. ശ്രീദേവി കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല ചോദിച്ചു, എന്താ മോളെ നീ എന്താ കരയണെന്ന് ചോദിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പം ഉദയഭാനു പറഞ്ഞു, ആനന്ദ കണ്ണീരായിരിക്കും അല്ലേ മോളെ, ശരിയല്ലേ എന്ന് ചോദിച്ചു. ഈ സമയം ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു. ഗോമതി പറഞ്ഞു, നിങ്ങള് ആരാന്നാ നിങ്ങളുടെ വിചാരം? ഇത്രയും വലിയൊരു ചതി കുടുംബത്തോട് ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയ ചതി ചെയ്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയണം. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അല്ല എന്താ ഗോമതിക്ക് ഇത് എന്ത് പറ്റി? ദൈവമേ, അപ്പൊ ഇതാണോ പ്രശ്നം? ഗോമതിയുടെ സമനില തെറ്റിയിട്ടുണ്ടല്ലേ? ശ്രീകലെ, ഗോമതിയുടെ സമനില തെറ്റി, അതുകൊണ്ടാ മോള് കരയണേ. ബാലനൊക്കെ വിഷമിച്ചിരിക്കുന്ന അതുകൊണ്ടാ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാകുന്നേ. അയ്യോ സാരമില്ല, ഇത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുന്നേ ഉള്ളൂ. ബാല വിഷമിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും ആനന്ദി രൂക്ഷമായിട്ട് നോക്കുവാണ് ഉദയഭാനുവിനെ. ഇത് കേട്ടതും ഗോമതി ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു. ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സത്യം പറയടി, എനിക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉദയഭാനു എന്നെ കണ്ണും കൊണ്ട് കാണിക്കണം ഉണ്ടെന്ന് പറയാനായിട്ട് ശ്രീദേവി പറഞ്ഞു, ഇല്ല അമ്മയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ല. കണ്ടില്ലേ, കേട്ടില്ലേ നിങ്ങളുടെ മകള് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഗോമതി. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അച്ഛൻ പാവമായതുകൊണ്ട് മാത്രം നിങ്ങളിപ്പോ ഇങ്ങനെ നിൽക്കുന്നു. അല്ലായിരുന്നു നിങ്ങൾ വന്നവഴി നിങ്ങളുടെ കർണം അടിച്ച് പൊട്ടിക്കേണ്ടായിരുന്നു. എന്താ ബാല ഇതൊക്കെ? ഇവരെന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. നിങ്ങള് ഞാൻ പറയണില്ല എന്ന് പറഞ്ഞ് നിർത്തുവാണ്. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അതെ ദൈവത്തെ ഓർത്തൊന്നും പറയരുത്. നിങ്ങള് ഇനി ഒന്നും മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ് കാലെ കയ്യെ വീഴുവാണ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. എന്താ മോളെ കാര്യം? അത് പിന്നെ എല്ലാവരും എല്ലാം അറിഞ്ഞു. എല്ലാം അറിഞ്ഞെന്നോ? ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. പക്ഷെ എങ്കിൽ അങ്ങനെ അങ്ങോട്ട് പിടി കൊടുക്കാൻ ഒരുക്കുമായിരുന്നില്ല. അത് കേട്ടത് ശ്രീകല പറഞ്ഞു, എന്റെ ഗോമതി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചോണ്ട് ഗോമതി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഈ സമയത്ത് കുറെ തള്ളിമറിക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഉദയഭാനു ശ്രീകലയൊക്കെ. അതെല്ലാം കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പോ നല്ല ദേഷ്യമായിട്ടുണ്ടായിരുന്നു ആരിനൊക്കെ. ആനന്ദങ്ങ് ചാടി എഴുന്നേറ്റു. ആനന്ദ് ചാടി എഴുന്നേറ്റിട്ട് അയാളെ തല്ലാനായിട്ട് പോവാണ്. ഇയാളെ ഇന്ന് ഞാനെന്ന് പറഞ്ഞോണ്ട്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആനന്ദിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്തിട്ട് ഇന്ന് ഇയാളുടെ തല തല്ലി പൊളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് പാഞ്ഞു ചെല്ലുവാണ്. അയ്യോ എടാ മോനെ എന്നൊന്നും ചെയ്യില്ലേന്ന് പറഞ്ഞു. ആരും ആകാശമൊക്കെ ചാടിക്കേറി പിടിച്ചു. പക്ഷെ ആനന്ദ് നല്ല കട്ടക്കലിപ്പിലായിരുന്നു. ഒടുവില് ഗോമതി പറഞ്ഞു, നിങ്ങൾ ചെയ്ത ചതി നിസാരമൊന്നുമല്ല. അയ്യോ ഗോമതി, ഞങ്ങൾ എന്ത് ചതി ചെയ്തെന്നാ? ഒന്നും അറിയത്തില്ലല്ലേ? നിങ്ങളുടെ ഈ മോള് എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്? അത് പിന്നെ ഒരു നിമിഷം ഉദയഭാനു ഒന്ന് അമ്പരന്നു. ബി എ ആയോ? അത് കേട്ടത് ശ്രീകല പറഞ്ഞു, എം എ ലിറ്ററേച്ചർ. അത് തന്നെ MA ലിറ്ററേച്ചർ. അതുപോലും പറയാനായിട്ട് ഉദയഭാനുവിന് അറിയില്ല. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, MA ലിറ്ററേച്ചർ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അതിന് നിങ്ങളുടെ മോൾക്ക് ABC പോലും വൃത്തിക്കറിയാവോ? അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാം, അതുപോലും അറിയത്തില്ല. എന്നിട്ടാണ് MA ലിറ്ററേച്ചർ. അല്ല ഇവൻ എന്തൊക്കെയാ ഈ പറയണ ശ്രീകളെ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഗോമതി പറഞ്ഞു, ഇനി ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടിയാക്കരുത്. നിങ്ങളുടെ മകള് പഠിച്ചിട്ടുണ്ടോ പോലും നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങളുടെ മകള് 10ാം ക്ലാസ് വരെയല്ലേ പോയിട്ടുള്ളൂ. എന്തൊക്കെയാ പറയണേ? അയ്യോ ഇവളാണെങ്കിൽ MA ലിറ്ററേച്ചർ ആയിരുന്നു. MA ലിറ്ററേച്ചറിന്റെ ഗോൾഡ് മെഡലും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. എടോ താന് ഗോൾഡ് മെഡൽ കണ്ടിട്ടുണ്ടോ? MA ലിറ്ററേച്ചർ എന്താന്ന് തനിക്കറിയാവോ എന്നൊക്കെ ചോദിച്ചാൽ ആനന്ദ് വീണ്ടും തല്ലാൻ ചെല്ലുവാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഇനി നിങ്ങൾ കൂടുതലൊന്നും കള്ളത്തരം പറയണ്ട, ഇവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. അയ്യോ അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിർത്തോണ്ട് ആരെങ്കിലും പറഞ്ഞല്ല, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകളാണല്ലോ. അതെ ഈ നിൽക്കുന്ന നിങ്ങളുടെ മകള് തന്നെയാ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരു ഞെട്ടലോടുകൂടി അവര് ശ്രീദേവിയെ നോക്കുവാണ്. അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.